ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ പുതിയ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്കറിയില്ല എത്രമാത്രം എനിക്ക് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനും ഉള്ള കഴിവുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. എനിക്ക് എത്രമാത്രം പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനോ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓർത്ത് എനിക്കൊരാഗ്രഹം, ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് ഞാനിപ്പോൾ കാനഡയിലാണ്, അപ്പം നിങ്ങളെ ഈ കാനഡ ലൈഫൊക്കെ ഒന്ന് കാണിക്കാനുള്ള ഒരാഗ്രഹം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഞാനപ്പോൾ ഓർത്തു എന്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ലൈക്ക് ഒരു കണ്ടൻറ്റ് വേണമല്ലോ, നമുക്ക് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഒരു കണ്ടൻറ്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഡേയിലെ എൻ്റെ ഒരു ദിവസത്തെ എന്താ ഞാൻ ചെയ്യുന്നത് എന്ന് കാണിക്കാമെന്ന് ഓർത്തു. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല സൂപ്പർ വീടാണ് ഇത്. ഇവളുടെ ബാക്ക് യാർഡാണ് കേട്ടോ. ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡാണ്. ഇപ്പം എനിക്ക് ഒട്ടും സമയമില്ലാതിരിക്കുന്നതാണ്. കാരണം ആ കുട്ടിക്ക് ഇവിടെ ഇപ്പോൾ സമയം 7:30 ആയിട്ടാ. ഇതാണ് ആ കുട്ടി. അപ്പം ആ കുട്ടിക്ക് ജോലിക്ക് പോകാൻ സമയമായി. അപ്പോൾ ജോലിക്ക് പോകാൻ സമയമായത് കാരണം ഞങ്ങളപ്പോൾ നേരത്തെ ഇറങ്ങണതാണ്. ഇപ്പോൾ ഇവിടെ 7:30 സമയം. ആ കുട്ടിക്ക് 9 മണിക്കാണ് ജോലിക്ക് പോകേണ്ടത്. ഇവിടുത്തെ വാൾമാർട്ട് എല്ലാവർക്കും അറിയാം. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. വാൾമാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച ആ കുട്ടിക്കും ഒരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുട്ടിയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് ഞാൻ പറയും. ഞാൻ കുട്ടീന്ന് വിളിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, എന്നേലും പ്രായം കൂടുതലാണ്. അപ്പം ഞാൻ ചേച്ചി എന്ന് വിളിക്കാൻ ഇവിടെ എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും തന്നെ ചേച്ചിമാരാണ്. അപ്പം ഞാൻ ചേച്ചിന്ന് വിളിക്കാൻ നമുക്ക് എല്ലാവരെയും ചേച്ചിന്ന് വിളിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പം ഞാൻ എല്ലാവരെയും കുട്ടീന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ ഫുൾ നെയിം വിളിക്കും. ഇതാണ് കേട്ടോ അവരുടെ വീടിൻ്റെ ഫ്രണ്ട്. അപ്പം ഞങ്ങൾക്ക് 7:43 അപ്പോഴെന്തോയാണ് ബസ്. അപ്പം ഇപ്പോൾ ഇറങ്ങി കുറച്ച് നടന്നാൽ മാത്രമേ എത്തുള്ളൂ. അതാണ് ഇത്ര തിരക്ക് പിടിക്കുന്നത്. നിങ്ങൾ ഇവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ നമുക്ക് എന്താ പറയണേ, ഇത് എങ്ങനത്തെ ഏരിയയാണ്? റെസിഡൻഷ്യൽ ഏരിയ. ഇങ്ങനത്തെ ഏരിയ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയ എന്നാ പറയുന്നത്. മിലിറ്ററി കാറ്റഗറിയിലുള്ള ആൾക്കാരെ കൂടുതൽ താമസിക്കണം. അപ്പോൾ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആണ്. ആദ്യം ഒച്ചയുമ്പോഴൊന്നും പറ്റില്ല. ഓക്കെ. അപ്പോൾ ട്രെസ്പാസേഴ്സ് ഒന്നും അലൗഡ് അല്ല. ഈ ഹോംലെസ് പീപ്പിൾ ഒക്കെ ഇല്ലേ ഇവിടുത്തെ, അവരൊന്നും ഇങ്ങോട്ട് വരത്തേയില്ല. ഓക്കെ. ലൈക്ക് എൻട്രി അലൗഡ് അല്ല. എന്ന് വെച്ചാൽ ആരെ എപ്പോൾ കണ്ടാലും അപ്പം തന്നെ ഇവർ പോലീസിന് റിപ്പോർട്ട് ചെയ്യും സസ്പീഷ്യസ് ആയിട്ട്. ഭയങ്കര കാം, അത് കാണുമ്പോഴത്തേക്കും അറിയാം, ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ. ബാക്കിയുള്ളവരുടെ ലൈഫിൽ ഇന്റർഫിയർ ആവാത്ത ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ടും അങ്ങനെയാണ്. എന്നാലും അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ഈ കുട്ടി ജോലിക്ക് ഇന്നിപ്പോ 8 മണിക്കൂറത്തെ ഷിഫ്റ്റാണ്. അതുകൊണ്ട് 7 മണിക്കൂറത്തെ ഷിഫ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഉച്ചക്കത്തെ ഫുഡൊക്കെ എടുത്തല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓർത്തുണ്ടാക്കണേ. അപ്പൊ ഞങ്ങള് നടക്കുകയാണ്. ഒരു 4 മിനിറ്റുള്ള റോഡിലൂടെ നടക്കുകയാണ്. എന്താ പറയണ, ഞാനില്ലേ വീട്ടിലിരുന്ന് എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു മൂഡില്ല. അപ്പം ഞാൻ ഓർത്തു എന്നാൽ വേറെ നമ്മളുടെ വീട്ടിലെ അന്തരീക്ഷം ഒന്ന് മാറി വേറെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോവാന്ന് ഓർത്തപ്പോഴാണ് ഈ കുട്ടി ഉണ്ടല്ലോ എന്നാലോചിച്ചത്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഈ കുട്ടീനോട് പറഞ്ഞിട്ടേ ഒരു ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു എന്നോട് ഇന്നും കൂടെ പോരാൻ പറഞ്ഞു. അപ്പം എനിക്ക് എന്തായാലും 11:30ക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഉള്ളവർക്ക് അറിയാം, നമുക്ക് 3 മണിക്കൂർ മിനിമം ഒരു 3 മണിക്കൂറത്തെ ഷിഫ്റ്റും, അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈം ആണെങ്കിൽ ഒരു 8 മണിക്കൂറത്തെ ഷിഫ്റ്റുമാണ് മാക്സിമം ഉണ്ടാവാറ്. അപ്പം എനിക്കിന്നിപ്പോൾ 8 മണിക്കൂറത്തെ ഷിഫ്റ്റാണ്
തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 11:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മണി വരെ ഇട്ടേക്കണം. പിന്നെ അവിടുത്തെ തിരക്ക് എങ്ങനെയാന്ന് നോക്കിയിട്ട് അവര് പറഞ്ഞു വിടും. ചിലപ്പോൾ 7 മണിക്ക് മുന്നേ വിടും, ചിലപ്പോൾ 5 മണിയാകുമ്പോൾ തന്നെ പറഞ്ഞു വിടും. അപ്പൊ ഞാൻ ഓർത്തെന്നാ ഇന്നും കൂടെ ഇങ്ങോട്ടേക്ക് വരാം, എന്തായാലും വീട്ടിലിരുന്ന് ബോറടിച്ച് ഇരിക്കണേ. ഇങ്ങനെ പറഞ്ഞു ചുമ്മാ പറയണ കേട്ടാ. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോ ഇന്ന് രാവിലെ എനിക്കൊരു വ്ലോഗ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഒരു ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ബസ് സ്റ്റോപ്പ് കാണിച്ചത്. ഇവിടെ എല്ലാം ഇങ്ങനെ ചില്ലിന്റെ ഇതാ ഉള്ളത്. ഇപ്പൊ എന്താ ഇവിടുത്തെ മഞ്ഞൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില്ലിന്റെ ബസ് സ്റ്റോപ്പ് പോലെ പണിയുന്നത്. പിന്നെ വേറൊരു സൂത്രം കാണിച്ചു തരാമേ. ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ നമ്മൾ നോക്കുമ്പോ ഇല്ല, രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഇങ്ങനെ അവരുടെ ഏതാണോ അവരുടെ പെറ്റ്, ഇപ്പോൾ ചിലപ്പോൾ അത് പട്ടിയാവാം, അല്ലെങ്കിൽ അതൊരു പൂച്ചയാവാം. അപ്പോൾ അതിനെ കൊണ്ട് നടക്കാനിറങ്ങും. നമ്മുടെ നാട്ടിൽ ഇത് കാണാറുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ബസ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ്. അപ്പോൾ കിങ്സ്റ്റണിൽ നമ്മൾ ബ്ലൂ കളറിലെ ബസ്സാണ് കാണുന്നത്. ഇത് എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇതാണ് ആ കുട്ടിയുടെ സ്റ്റോപ്പ്. നമ്മളിവിടെ നിന്നാണ് കയറുന്നത്. ഇതാട്ടെ നമ്മുടെ സ്റ്റോപ്പ്. നമ്മൾ സ്റ്റോപ്പ് എത്തി ഇറങ്ങാൻ പോവാണ്. താങ്ക് യു. നമ്മൾ ഇറങ്ങി. ഇപ്പം നമുക്ക് കേട്ടിട്ടുണ്ടാവില്ലേ, ഇപ്പം ഇറങ്ങുമ്പോൾ ഇല്ലേ എല്ലാവരും താങ്ക് യു പറയും. കാരണം അവർ നമ്മളെ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നാണല്ലോ, അത് ഉദ്ദേശിച്ചാണ്. പിന്നെ ഇവിടുത്തെ ബസ്സിൽ നമ്മൾ കയറുമ്പോൾ എല്ലാവരും ഫ്രണ്ട് വഴിയാണ് കയറുന്നത്, ഇറങ്ങുമ്പോൾ പുറകു വഴി. അപ്പോൾ ഇറങ്ങാനുള്ള ഡോറ് പുറകിലും കയറാനുള്ള ഡോറാണ് ഫ്രണ്ടിൽ. അപ്പോൾ ഫ്രണ്ടിൽ ആ ഡ്രൈവർ ഇരിക്കില്ലേ, ഡ്രൈവർ ഇരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് കാർഡ് കാണിച്ച് കയറാം. അല്ലെങ്കിൽ ഇവിടുത്തെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെ ട്രാൻസിറ്റിനുള്ള പൈസ എന്ന് പറയുന്ന ആ കുട്ടി ഓടുന്നുണ്ട്. അപ്പം നമ്മുടെ ബസ്സാണ്. ഇവിടെ ട്രാൻസിറ്റിനുള്ള പൈസ എന്ന് പറയുന്നത് $3.50. അപ്പം ആ $3.50 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് വരും, അത് വെച്ചിട്ട് കയറാം. അപ്പം ഇത് നമ്മുടെ അടുത്ത ബസ്സാണ് കേട്ടോ. ഈ ബസ്സിൽ പോയിട്ട് നമുക്ക് ഒരിടത്ത് ഇറങ്ങണം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ കൂടെ കയറും. ഓടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്, ചുമ്മാ ഓടിയതാ. ഓക്കെ. ചിലപ്പോൾ നമ്മൾ നേരത്തെ എടുക്കും, ചിലപ്പോൾ ബസ് ഡിലേ ആവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇല്ല എന്താണെന്നറിയോ, എനിക്കറിയാം ഇവിടെയുള്ള എല്ലാവർക്കും ഇതറിയാമായിരിക്കും. എന്നാലും നമ്മളുടെ നാട്ടിലുള്ളവർക്കൊന്നും അറിയില്ലല്ലോ ഇവിടെ എങ്ങനെയാണ് ബസ്സിൻ്റെ സിസ്റ്റം എന്നും അങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നവരുണ്ടെങ്കിലും അവർക്കും അതൊരു ഇൻഫർമേഷൻ. എന്ത് വലിയ ഇൻഫർമേഷൻ ഒന്നുമല്ല, എന്നാലും ചെറിയൊരു ഇൻഫർമേഷൻ. എന്നാലും ഇതൊരു ഇൻഫർമേഷൻ ആണല്ലോ. രാവിലെ എണീറ്റത് കൊണ്ടൊക്കെ കണ്ണൊന്നും ഞാൻ എഴുതിയില്ല, ഐലൈനർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, കണ്ണൊക്കെ വല്ലാണ്ടിരിക്കും. ഇപ്പം ഇവിടെ സമയം 7:58, അതായത് 8 മണിയാവാൻ പോണ്. എൻ്റെ ഫ്രണ്ട് ഇറങ്ങി. എനിക്ക് ഈ ബസ്സിൽ തന്നെ ഇരുന്നാൽ മതി. ഒരു 2-3 സ്റ്റോപ്പ് കഴിയുമ്പോഴാണ് ഞാൻ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഒരു കപ്പിളുണ്ട്, പിന്നെ ഞാനും വേറൊരു ചേച്ചി. അപ്പോൾ ഒരു കപ്പിൾ ഒരു റൂമിൽ, ഞാനും മറ്റേ ചേച്ചിയും വേറെ റൂമിൽ. പിന്നെ അടുക്കളയും ബാത്റൂമും പിന്നെ ഒരു ലിവിങ് ഏരിയ പോലെ അതൊക്കെ ഷെയറിങ് ആണ്. ഇപ്പോൾ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 8:19 25 ആകുമ്പോഴേ ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ. ഇതൊരു ട്രാൻസ്ഫർ പോയിൻ്റാണ്. അത് കാട്രാക്കി ട്രാൻസ്ഫർ പോയിൻ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. കാട്രാക്കി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മോളാണ്. ഞങ്ങൾ താമസിക്കുന്നത് കിങ്സ്റ്റണിലാണ്.
ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമം പോലത്തെ സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എന്താ പഠിക്കുന്നതെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പഠിക്കുന്നത് ഇൻ്റർനാഷണൽ ടീച്ചർ ട്രെയിനിങ്. അതായത് ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നാട്ടിൽ എന്തെങ്കിലും ടീച്ചിങ് ബേസ്ഡ് ഒരു 4 SEM പരിപാടി എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം ഇത് 1.5 വർഷത്തെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു സർട്ടിഫിക്കേഷൻ കൂടെ ഉണ്ട്. അത് ഒണ്ടാരിയോ കോളേജ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു OCT എന്ന് പറയും. ആ സർട്ടിഫിക്കേഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്കൂളുകളിൽ പഠിപ്പിക്കാം. അല്ലാതെ നമുക്ക് നമുക്ക് അവിടെ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ടീച്ചിങ്ങിൽ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഇവരുടേതായിട്ടുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം നമ്മൾ എടുത്തിരിക്കണം. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷേ എനിക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ എൻ്റെ കൂടെ പഠിക്കുന്നവർക്കൊക്കെ 10 വർഷത്തെയും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് എൻ്റെ കൂടെ പഠിക്കുന്നവർ. എനിക്ക് ആകെപ്പാടെ 3 മാസത്തെ എക്സ്പീരിയൻസ് ഉള്ളു. അതായത് ടീച്ചിങ് ചെയ്തിട്ട്, അല്ലാതെ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ടീച്ചിങ് റെഗുലറായിട്ട് ടീച്ചിങ് ചെയ്തിരിക്കുന്നത് ഞാൻ 3 മാസം മാത്രമാണ്. അപ്പം എനിക്ക് മാത്രമേ എക്സ്പീരിയൻസ് ഇല്ലാത്തതായിട്ടുള്ളൂ. ഞാൻ നാട്ടിൽ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് DLED എന്ന് പറയും, ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. BEd അല്ല, DLED. അത് 2 വർഷത്തെ, BEd പോലെ തന്നെ 2 വർഷത്തെയാണ്. നമുക്ക് കുറച്ച് നാളത്തെ ടീച്ചിങ് പ്രാക്ടീസ്, 3 മാസത്തോളം എന്തോ ടീച്ചിങ് പ്രാക്ടീസ്. 3 മാസമാണ്, 2 മാസമാണ്, അത്രയും നാളത്തെ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 3 മാസം ഒരു സ്കൂളിൽ, അതായത് ഞാൻ പഠിച്ച DLED പഠിച്ച കോളേജിൻ്റെ സ്ഥാപനമായിട്ടുള്ള ഒരു UP സ്കൂളിൽ കയറിയിട്ടുണ്ടായിരുന്നു 3 മാസം. ആ സമയത്ത് തന്നെയാണ് ഞാൻ IELTS ഒക്കെ നോക്കിയതും IELTS പാസ്സായി. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഇതൊക്കെ റെഡിയാക്കിയത് പഠിപ്പിക്കുന്ന അതിൻ്റെ ആ ഡ്യൂറേഷനിൽ തന്നെയാണ്. 3 മാസമല്ല, എന്താ പറയുന്ന ഒരു കുറച്ച് നാൾ എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് DLED കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിൽ ഞാൻ IELTS പഠിക്കാൻ പോയി. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അങ്ങനെ IELTS പോയി പാസ്സായി. ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഞാനിവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ ആ കുട്ടിയുടെ സൈഡിൽ കൂടെ ടാറ്റ പറഞ്ഞു പോണ്. ആ കുട്ടി ഇപ്പോൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ ഈ മോളിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കാറ്ററാക്കി എന്ന് പറഞ്ഞൊരു മോളാണ്. ഈ മോളിൽ ഒരു ടിം ഹോട്ടൽസ് ഉണ്ട്. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലുള്ളവർക്ക് അറിയായിരിക്കും. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു ടിം ഹോട്ടൽസ്. അപ്പോൾ ഇവിടെയുള്ള ടിം ഹോട്ടൽസിൽ എന്തോ ചായയും പിന്നെ എന്തോ കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഇപ്പം രാവിലെ നമ്മൾ ഷിഫ്റ്റിന് കയറാൻ പോകണല്ലോ, അപ്പം ഒന്ന് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, ഒരു എനർജി ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടായിരിക്കും. ഇവിടുത്തെ മോള് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം. ഇപ്പം ബസ്സിലായത് പറഞ്ഞേ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പം എന്തായാലും ബസ് എടുക്കാൻ സമയമായി. ഇവിടുത്തെ മോള് ഭയങ്കര രസമാണ്. എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മോള് പോലെയല്ല കേട്ടോ, കമ്പയർ ചെയ്യാനേ പറ്റില്ല. നമ്മൾ വലിയ വലിപ്പമൊന്നുമില്ല, 2 ഫ്ലോറേ ഉള്ളൂ. പിന്നെ പറയാൻ വന്നത് വീക്ക് ഡേയ്സിൽ ഈ മോളിൻ്റെ സമയം എന്ന് പറയുന്നത് 11 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ്. 8 മണിക്ക് 8 മണി വരെയാണ് വീക്ക് ഡേയ്സിൽ. പിന്നെ വീക്കെൻഡ്സ് വരുമ്പോൾ അത് 11 മണിക്ക് തന്നെയാണ് ഓപ്പൺ ആകുന്നത്. രാത്രി ആകുമ്പോൾ ഇല്ലേ, ശനിയാഴ്ച 6 മണിക്ക്, അതായത് വൈകുന്നേരം 6 മണിയാകുമ്പോൾ അടയ്ക്കും.
ഞായറാഴ്ച ആണെങ്കിൽ അത് 5 മണിയാകുമ്പോൾ അടയ്ക്കും. പിന്നെ ഏറ്റവും നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് ഹോളിഡേയ്സ് വരുമല്ലോ. പബ്ലിക് ഹോളിഡേയ്സ് വരുമ്പോൾ ഈ മോൾ അടച്ചിട്ടേക്കും. അങ്ങനത്തെ മോളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഈ പ്ലേസിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വില്ലേജാണ്. അപ്പോൾ വില്ലേജിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇങ്ങനെ ടൗണിലെ മോളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ടൗൺ മീൻസ് ഞാൻ പറഞ്ഞ ടൊറോണോ പോലത്തെ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങളില്ലേ ഇപ്പം ഞാൻ പറഞ്ഞല്ല കപ്പിൾസ് എന്ന്, എൻ്റെ റൂമിൽ കപ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ല, കപ്പിൾസില്ല ആ ചേച്ചിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായി ഞങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പം മെയിനായിട്ടുള്ള റീസൺ ഞാൻ രാവിലെ തന്നെ ആ കുട്ടിയുടെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള കാരണം ഞങ്ങൾ നടക്കാൻ പോകുന്നത് നിർത്തണ്ട, ആ ചേച്ചി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, നിർത്തണ്ടെന്ന് ഓർത്തിട്ടാണ്. എന്തായാലും തുടങ്ങിയല്ലോ, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റാണല്ലോ. ഞാൻ അപ്പോൾ ബസ് ഇറങ്ങി നടക്കാനാണ്, റോഡ് ക്രോസ് ചെയ്യാനാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നതെന്ന്. ഞാൻ ബസ്സിൽ നിന്ന് എടുത്ത ആ വീഡിയോയിൽ എത്രമാത്രം എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. വോയിസ് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഇട്ടിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഞങ്ങൾ ഇപ്പോൾ വ്ളോഗിൻ്റെ കാര്യം സംസാരിക്കണമായിരുന്നു ബസ്സിൽ വെച്ചിട്ട് ഫ്രണ്ടായിട്ട്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞ് #ഒക്കെ ഇടണം എന്ന് പറഞ്ഞു. എനിക്കത് എന്താന്ന് പോലും അറിയില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, എങ്ങനെയാണ് #, യൂസ് ചെയ്യണമെന്നാ, എന്താണ് ഇടണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. അപ്പം ഞാൻ വാക്കിംഗ് മാൻ അപ്പിയർ ചെയ്ത് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യണതാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രൻസ്. നല്ലൊരു സ്ഥലം കേട്ടോ, നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ് ഇത്. ഒരു അപ്പാർട്ട്മെൻറ്റ്, ഇത് ബാക്ക് സൈഡാണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ ഫ്രണ്ട് സൈഡ് ശരിക്കും അപ്പുറത്തെ സൈഡാണ്. ഇവിടെ നമുക്ക് ഒരു പാർക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ വന്നിരിക്കണമെങ്കിൽ ഇരിക്കാം കേട്ടോ. ഞാൻ ബാക്ക് സൈഡാണ് കേട്ടോ കയറുന്നത്, ബാക്ക് സൈഡ് വഴിയാണ് കയറുന്നത്. ഞാൻ എന്തായാലും നിങ്ങൾ ഒരു ദിവസം ഫ്രണ്ട് സൈഡ് എന്നല്ല, ഈ അപ്പാർട്ട്മെൻറ്റിന് മൊത്തം ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ റൂമും ഫ്രണ്ട് സൈഡും എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പോയി നമുക്കിവിടെ ഒരു ചിപ്പ് പോലത്തെ സാധനമുണ്ട്, അത് കാണിക്കണം. അപ്പോൾ ഈ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റും. ഇത് മുകളിൽ 3 ഫ്ലോർ അപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റ്. കീ ഉണ്ട് നമ്മുടെ കയ്യിൽ, കീ കൊണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം നമ്പർ 111. കീ ഇട്ട് നമുക്ക് തുറക്കാം. ഹായ്. അപ്പോൾ നമ്മൾ രാവിലെ ഞാൻ കാണിച്ചില്ല, ഞങ്ങൾ നടക്കാൻ പോയായിരുന്നു. അടുത്ത ദിവസം പോകുമ്പോൾ കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് വർക്കിന് കയറണമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയത് കാരണം തന്നെ, ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ശനിയാഴ്ച ആയത് കാരണം തന്നെ എന്താ നമുക്ക് ഒരു മണിക്കൂറും അരമണിക്കൂറൊക്കെ ഇടവിട്ടേ ബസ്സുള്ളൂ. അപ്പോൾ 11:30 എനിക്ക് 2 ബസ് കയറണം വർക്കിന് പോകാനായിട്ട്. 11:30 എനിക്ക് അവിടെ എത്തണമെങ്കിൽ ഇന്നിപ്പോൾ സാറ്റർഡേ ആയത് കാരണം തന്നെ 11 മണിക്ക് എത്തുന്ന ബസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 11:30 കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വർക്കിന് കയറുമ്പോൾ പങ്ക്ച്വാലിറ്റി വേണ്ടതാണല്ലോ. അതുകൊണ്ട് ഞാനപ്പോൾ 11 മണിക്ക് എത്തുന്ന ബസ്സിന് പോകും. ഇപ്പം ഇവിടെ സമയം 10:30 ആയി. 10:30 ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബസ് നോക്കണം. ഇനി എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. ഞാനപ്പോൾ അവിടെ എത്തിയിട്ട് വർക്ക് പ്ലേസ് ഒക്കെ കാണിച്ചു തരാം. ഞാനൊരു റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സ്വിസ് ചാലറ്റാണ് നമ്മൾ പറയുമ്പോൾ സ്വിസ് ചാല എന്ന് ആണ് ഇവിടെയുള്ളൊരു പ്രൊനൗൺസ് ചെയ്യുന്നത്.
അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കുക്കിംഗ് അല്ല. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലെ സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലം ടേക്ക് ഔട്ട് സെഷൻ എന്ന് പറയും. ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാതെ വന്ന് നമ്മൾ ഓർഡർ എടുത്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കും. അതുമല്ല ഈ ഊബർ പിന്നെ സ്കിപ്പ് അങ്ങനത്തെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം ആ സൈറ്റിൽ കയറിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഓർഡേഴ്സ് പാക്ക് ചെയ്ത് ഇപ്പം ഡെലിവറി ആണെങ്കിൽ ആ സെഷനിൽ വെക്കുക. അല്ലാതെ അവർ വന്ന് പിക്കപ്പ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ ആ സെഷനിൽ വെക്കുക. അപ്പം സാധനങ്ങൾ പാക്ക് ചെയ്യലാണ് എൻ്റെ മെയിനായിട്ടുള്ള ജോബ്. ഞാനിപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണേ. ഇവിടെ ചില്ലുകൂടാരൊന്നുമില്ല. ഒരു എന്താ ഇങ്ങനത്തെ ഒരു ബെഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ബസ് സ്റ്റോപ്പ് എന്നുള്ള സൈൻ ബോർഡ്, ഈ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട്. ഇപ്പം കാനഡയിൽ സമ്മർ കഴിഞ്ഞു. സമ്മർ കഴിയാറായിക്കൊണ്ടിരിക്കുന്നു. ഫോളിലേക്ക് കടക്കാൻ ഉള്ള ഒരു പ്രിപ്പറേഷനാണ്. നമുക്ക് ശരിക്കും നേച്ചർ കണ്ടാൽ തന്നെ അറിയാം. ഫോളെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇലകളൊക്കെ ഓറഞ്ച് കളറാവും, നല്ല ഭംഗിയാണ്. പിന്നെ ഫോള് കഴിഞ്ഞാൽ പിന്നെ വിൻ്റർ ആവുമ്പോഴേക്കും മരത്തിലൊന്നും ഇലകളൊന്നും ഉണ്ടാവില്ല. അതൊരു ഭംഗിയാണ്. പിന്നെ അതുകൊണ്ട് സ്പ്രിങ് ആവും. അപ്പോൾ മരങ്ങളൊക്കെ നല്ല ഇളം പച്ച ആയിട്ട് നിൽക്കും. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും സമ്മറാവും. അപ്പോൾ ഈ സമ്മർ ആയതിനു ശേഷമില്ലേ, കുറച്ചിങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സമ്മർ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ വീക്കെൻഡ്സിലും ഇല്ലേ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അറിയില്ല എന്താ, എല്ലാ വീക്കെൻഡ്സിലും അങ്ങനെയാണ്. ചില ദിവസമൊക്കെ ഇങ്ങനെ ഭയങ്കര മൂടിക്കെട്ടി കിടക്കും. എന്നാൽ ചില ദിവസം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിലായിരിക്കും. വെയിലും ചൂടും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 27 ഡിഗ്രി 24-25 എന്ന് പറയുന്നില്ലേ, കുറച്ച് ഹൈ ടെമ്പറേച്ചറാണ്. ഹൈ ടെമ്പറേച്ചർ മീൻസ് നമുക്ക് ഭയങ്കര ഒരു ചൂട് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പം ഇല്ലേ, ഇപ്പം 20 ഡിഗ്രിയോളം ഉണ്ട്. 20 ഡിഗ്രിയോളം ഉണ്ട്. എന്നാലും ഒരു ചെറിയൊരു തണുപ്പ് രാവിലെയും രാത്രിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഹായ്, ഇപ്പം ഇവിടെ ഏകദേശം ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. 11:30 തൊട്ട് 7 മണി വരെ സ്റ്റേ ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നില്ല. ചിലപ്പോൾ നേരത്തെ വിടുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ട് വിളിച്ചത്. പക്ഷേ 7 മണിയും കഴിഞ്ഞ് 8 മണി ആവാറായപ്പോഴാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് വീട്ടിലുണ്ടായിരുന്നു. അത് നയാഗ്രയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നോവാ സ്കോഷ്യയിലേക്ക് മൂവ് ചെയ്യുകയാണ്, വേറെ കോളേജിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പം കാറിലാണ് രണ്ടുപേരുണ്ട്, കാറിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഞാൻ ഒരു ദിവസം നയാഗ്ര പോയായിരുന്നു അവളുടെ വീട്ടിൽ. അപ്പം ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇനി ഒരിക്കൽ പോകുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പം അപ്പോൾ അവൾ എന്നോട് അന്ന് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കിങ്സ്റ്റൺ വഴിയാണ് പാസ് ചെയ്യുന്നത്. കിങ്സ്റ്റൺ വഴിയാണ് പാസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വരുന്നതല്ലേ, ഞാനും അവരുടെ വീട്ടിൽ ചെന്നതാണ്, കയറിയിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ അവളുടെ കോളുണ്ടായിരുന്നു. എനിക്ക് വർക്കിൻ്റെ ഇടയിൽ ബ്രേക്കൊന്നും കിട്ടില്ല. അപ്പോൾ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഫോൺ നമുക്ക് എടുക്കാൻ പറ്റില്ല വർക്ക് ചെയ്യുമ്പോഴെന്നല്ല, ആ ലൈക്ക് നമ്മളെ കയ്യിൽ കരുതാൻ പറ്റില്ല. നമുക്ക് ബാഗ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റെസ്റ്റ് റൂമിൽ വെച്ചിട്ട് വേണം ഫോണൊക്കെ ലൈക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം അപ്പോഴാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എടുക്കാൻ പറ്റിയത് അവളുടെ കോൾ. അപ്പോൾ പറഞ്ഞ് 40 മിനിറ്റേ ഉള്ളൂ കാണിക്കുന്നുള്ളൂ, അവരിപ്പം അവിടെ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് 40 മിനിറ്റേ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 40 മിനിറ്റിൽ അവിടെ എത്തില്ല. ഞാൻ ശരിക്കും ഇന്ന് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്നാണ് ഓർത്തിരുന്നത്.
പിന്നെ അപ്പോൾ ഓർത്ത് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഇന്നലെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ, രാവിലെ വ്ളോഗ് എടുത്തപ്പോൾ അവിടെയായിരുന്നു. വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ, കുറച്ച് 12 വിങ്സ്, ഫ്രൈസ്, പിന്നെ 2 ചീസ് കേക്ക്, പിന്നെ 2 സ്പ്രിങ് റോൾസ്. അവർക്ക് വിങ്സ് മതി എന്ന് പറഞ്ഞു. സ്പ്രിങ് റോൾസ് ഞാൻ അല്ലാതെ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചിട്ട് പോകണം. അപ്പോൾ അവർ 9 മണിയാകുമ്പോൾ എത്തുന്ന പറഞ്ഞാൽ ഞാനും മിക്കവാറും 9 മണിയാവും എത്തുമ്പോൾ. ഐ ആം എക്സൈറ്റഡ്. ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും മീൻസ് ഒന്നും. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി, നമുക്ക് എത്ര നേരമാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും 7up അങ്ങനെ പോപ്പുകളുണ്ട്, അതെത്ര വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ അത് കുടിച്ചത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല, എനിക്ക് വിശക്കണില്ല. ഞാൻ വിചാരിച്ചു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കഴിച്ചിട്ട് വരാമെന്ന് ഓർത്തേ. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഒരു നേരമായി. അപ്പം ഞാൻ അവിടുത്തെ എന്തായാലും ബ്രേക്ക് കിട്ടും. ഇപ്പം ഇത്രയും മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ബ്രേക്ക് തരേണ്ടതാണ് അവർ. ബ്രേക്ക് കിട്ടുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷേ ബ്രേക്ക് കിട്ടിയില്ല. ബ്രേക്ക് കിട്ടാഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കാവുമ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ 11:30 തൊട്ട് 4 മണി വരെയൊക്കെ. പിന്നെ 4 മണിക്കൊക്കെ ആയിരിക്കും വേറെ ആരെങ്കിലുമൊക്കെ വരുന്നത്. അപ്പം 4 മണിക്ക് ആരെങ്കിലും വരുമ്പോഴാണ് നമുക്ക് ഒന്ന് പോയി എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നത്, ബ്രേക്ക് എടുക്കാൻ പറ്റുന്നത്, ഹാഫ് ആൻ അവർ. പക്ഷേ 4 മണിക്ക് ഒരാൾ വന്നപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ ബ്രേക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്കറിയില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വ്ളോഗ് ലൈക്ക് ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന്, അവർ വരുന്നതൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും മാക്സിമം ശ്രമിക്കാം കാണിക്കാം. ഹായ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് വരുന്നു. അപ്പം വന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വന്ന് കുറച്ച് നേരം ഒരു 3/4 മണിക്കൂർ നിന്നുള്ളൂ. അപ്പോഴേക്കും അവർക്ക് രാത്രി ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി. കഴിഞ്ഞ ദിവസം കണ്ടതേ ഉള്ളൂ. എന്നാലും ഞാൻ നയാഗ്ര പോയപ്പോൾ കണ്ടതാണ്. അത് ഞങ്ങളൊരു 2-3 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് കണ്ടതായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ എപ്പോൾ കാണാൻ പറ്റുമെന്നറിയില്ല. എന്നാലും ഐ എം ഹോപ്പിംഗ് ടു സീ ദം സൂൺ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ വീട്ടിലെത്തി കുളിച്ച് വീട്ടിലെത്തിയപ്പോൾ അവരുണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് മെയിലൊക്കെ കുളിച്ച് ഫ്രഷായി ഇങ്ങനെ ചുമ്മാ ഇരുന്നു. അപ്പോഴേ ഞാൻ ഓർത്ത, അയ്യോ ഇന്ന് തുടങ്ങിയ വ്ളോഗ് ഫിനിഷ് ചെയ്തില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു എൻ്റെ കാനഡ ലൈഫ് പോകുന്നത്. ഇന്നിപ്പോൾ സാറ്റർഡേ ആയത് കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷിഫ്റ്റ് ഉണ്ടായിരുന്ന കാരണമാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞാന്ന് ഓർമ്മയില്ല. നമുക്കിപ്പോൾ ബ്രേക്കാണ്. അതായത് ഓഗസ്റ്റ് മൊത്തം ഞാൻ പറഞ്ഞു എന്ന് തോന്നണം. ഓഗസ്റ്റ് മൊത്തം ഓൺലൈൻ ക്ലാസ്സും പിന്നെ ഇപ്പം 1-ാം തീയതി തൊട്ട് അതെ ഇന്നിപ്പോൾ സാറ്റർഡേ സൺഡേ മാറ്റി. ഇന്നലെ വെള്ളിയാഴ്ച ഒരു കോഴ്സ് കഴിഞ്ഞ് ഓൺലൈനായിട്ട്. 2-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെ 15-ാം തീയതി വരെ സൺഡേ ആണ്. ഞങ്ങൾക്ക് സമ്മർ ബ്രേക്കാണ്. സമ്മർ കഴിഞ്ഞു, അതിൻ്റെ ബ്രേക്കാണ്. ഞങ്ങൾക്ക് ബ്രേക്കൊന്നും ഉണ്ടായിരുന്നില്ല. 1.5 വർഷത്തെ കോഴ്സ് ആയത് പറഞ്ഞേ ഒറ്റ സ്ട്രെച്ചിൽ പോവും, ബ്രേക്ക് ഉണ്ടാവില്ല. വെക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ രാവിലെ എണീക്കും, നടക്കാൻ പോവും. ഞാൻ നാളെ നടക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരാം. നാളെ ഞായറാഴ്ച ചെയ്ത് കാരണം പോവാ ഇല്ലെന്നറിയില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാൻ പരമാവധി നോക്കാം. പിന്നെ നാളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോകണം. ഒരു 9:30 ആകുമ്പോൾ പള്ളിയിൽ പോകണം. പിന്നെ എനിക്ക് വൈകുന്നേരമാണ് ഷിഫ്റ്റ് ഇട്ടേക്കണം. റെസ്റ്റോറൻറ്റിലല്ല, ഞാൻ ഇന്ന് കാണിച്ച റെസ്റ്റോറൻറ്റിലല്ല, ഞാൻ വേറൊരിടത്തും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ കാറ്ററിംഗ് സർവീസ്.
അപ്പോൾ അവിടെ 5:45 തൊട്ട് 11 രാത്രി 11 മണി വരെയാണ് ഷിഫ്റ്റ് ഇട്ടേക്കണം. അപ്പോൾ അതിന് പോകണം. അങ്ങനെ അപ്പം ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയില്ല ഇത് എന്താവുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മളുടെ ഈ കാനഡ ലൈഫിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഞാൻ ഓർത്തു വ്ളോഗൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തിലെങ്കിലൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആവുമല്ലോ. അതുകൊണ്ടാണ് മെയിനായിട്ടുള്ള റീസൺ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്തായാലും കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയുക. ഇൻ ദ സെൻസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. അത്രേ ഉള്ളൂ. ബൈ ബൈ. സീ യു നെക്സ്റ്റ് ടൈം.